ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 2024 SSLC മോഡൽ എക്സാമിന് ക്യൂജിസിൽ നിന്നും ചോദിച്ച ചില ചോദ്യങ്ങളാണ്. ക്യൂജിസുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഒന്ന് ലെയർ ക്രിയേഷൻ ആണ്. ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലെയറിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുക. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ലെയറിനെ അപ്രത്യക്ഷമാക്കാനും പ്രത്യക്ഷമാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഇമേജ് ആയിട്ട് സേവ് ചെയ്യാനൊക്കെ നമ്മളിതിൽ ചോദിക്കുന്നുണ്ട്. സ്ഥിരമായി ചോദിക്കുന്നതാണ്. ആ ഒരു ചോദ്യം തന്നെയാണ് ഈ വർഷവും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം മുഴുവനായിട്ട് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ക്യൂജിസിൽ നിന്നുള്ള മുഴുവൻ മാർക്കും നേടാൻ കഴിയും. അത് നമ്മൾ ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ക്യൂജിസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ ആട്രിബ്യൂട്ട് ടാബിൾ എടുക്കാൻ ചോദിക്കാറുണ്ട്. അതുപോലെ പുതിയ ലെയർ നിർമ്മിക്കുക, പിന്നെ അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ മാറ്റുക. ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ക്യൂജിസിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. മലയാളം മീഡിയംകാർ ടെൻഷൻ അടിക്കേണ്ട, ഇവിടെ മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യനും ലഭ്യമാണ്. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മെയിൻ റോഡ് ലെയറിനെ പ്രദർശിപ്പിക്കാനാണ് അല്ലേ. അത് പ്രദർശിപ്പിച്ചതിന് ശേഷം ചേഞ്ച് ദ റിവർ കളർ ടു ബ്ലൂ, അതായത് നദിയുടെ കളറ് ബ്ലൂയിലോട്ട് മാറ്റണം, അതായത് നീല കളറിലോട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ക്യൂജിസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് ഒരു QGS എക്സ്റ്റൻഷനോട് കൂടിയുള്ളൊരു ഫയൽ തന്നിട്ടുണ്ടായിരിക്കും. അത് മിക്കവാറും എക്സാം ഡോക്യുമെൻറ്റ്സിനകത്താണ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ QGIS പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കൂടി എക്സാം ഡോക്യുമെൻറ്റ്സിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ മുകളിലത്തെ ഭാഗം ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം, കാരണം ഏത് ഫോൾഡറിലാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫോൾഡറിൽ പോയിട്ട് ആ ഒരു ഫയൽ നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് QGIS കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ചോദ്യത്തിലും ഈ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ആദ്യം QGIS ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, QGIS ഡെസ്ക്ടോപ്പ് എന്ന രീതിയിലാണ് നമ്മൾ QGIS ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് QGIS ഡെസ്ക്ടോപ്പ് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. ആദ്യമായിട്ട് വരുന്ന ഈ ടിപ്പ് ബോക്സ് നമ്മൾ ഓക്കെ കൊടുത്തിട്ടൊന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് മാക്സിമൈസ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇനി നമുക്ക് പ്രൊജക്റ്റിൽ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. പ്രൊജക്റ്റ് ഓപ്പൺ. ഓക്കെ, ഈ ഓപ്പണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്ത് ലഭ്യമാവും. ഈ ഫോൾഡറിനകത്ത് ഹോം ഫോൾഡർ എടുക്കുക. ഡെസ്ക്ടോപ്പിന് മുകളിലുള്ള ഹോം ഫോൾഡർ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എക്സാം ഡോക്യുമെൻറ്റ്സിലേക്ക് പോകുന്നു. അവിടെ QGIS പ്രൊജക്ട്സ് എന്ന് പറയുന്നൊരു ഫോൾഡർ നമുക്ക് ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ലോക്കൽ മാപ്പ് .QGIS ആണ് നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ QGIS ഫയൽ ലോക്കൽ മാപ്പാണ്. അപ്പോൾ നമ്മൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ മാപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഷോ ദ ലെയർ മെയിൻ റോഡ് ഇൻ ദി റിസോഴ്സ് മാപ്പ്. ഈ റിസോഴ്സ് മാപ്പിലെ മെയിൻ റോഡിനെ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രദർശിപ്പിക്കാൻ അതുപോലെ തന്നെ അപ്രത്യക്ഷമാക്കാനൊക്കെ നമുക്കിവിടെ ഈ ടിക്ക് മാർക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ മെയിൻ റോഡിൻ്റെ ടിക്ക് മാർക്ക് ഇവിടെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് അവിടെ കാണുന്നില്ല. അപ്പോൾ ആ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മെയിൻ റോഡ് അവിടെ പ്രദർശിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഒന്നാമത്തെ ഹിൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേഞ്ച് ദ റിവർ കളർ ടു ബ്ലൂ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഈ റിവർ കളർ ബ്ലൂയിലോട്ട് മാറ്റണം. അവിടെ ഇപ്പോൾ റിവർ ഉള്ളത്, റിവറിൻ്റെ കളർ ഇവിടെ യെല്ലോ ആണ്. നമ്മൾ ലെയർ ബോക്സ് ഇതാണ്, ഈ ഭാഗത്താണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. റിവറിൻ്റെ കളർ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന യെല്ലോ ആണ്. അത് മാറ്റിയിട്ട് നമുക്ക് ബ്ലൂ ആക്കണം. അതിനുവേണ്ടി ആ ലെയറിൽ ഏത് ലെയറാണോ നമുക്ക് മാറ്റം വരുത്തേണ്ടത് ആ ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിവറിൽ വെച്ച് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സ്റ്റൈൽ എന്ന് പറയുന്നൊരു ഭാഗം കാണാം. ഈ സ്റ്റൈലിനകത്താണ് നമുക്ക് ഇതിൻ്റെ കളറും അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് ബ്ലൂ കളർ ആക്കാനാണ്. ഇവിടെ കളർ യെല്ലോ ആണ്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്ലൂ കളറാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും അപ്ലൈ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ കളറ് മാറ്റാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റിവറിൻ്റെ കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ മാപ്പ് നമ്മളെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ഫയൽ നാമമായിട്ട്
എക്സാം 10ലേക്ക് സേവ് ചെയ്യാനാണ്. ഓക്കെ, ഇത് സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇമേജ് ഫയലായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. ഇതിന് ഹിൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രൊജക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സേവ് ആസ് ഇമേജ് കിട്ടും. ഇതിൽ എല്ലാ ചോദ്യത്തിലും ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇമേജായിട്ട് സേവ് ചെയ്യാൻ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്യാനാണ്. അതും നമുക്കൊന്ന് ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം പ്രൊജക്റ്റിൽ സേവ് ആസ് ഉപയോഗിച്ചിട്ട് സേവ് ആസ് ഇമേജ് ഉപയോഗിച്ച് എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് പരിശോധിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് പ്രൊജക്റ്റിൽ പോയിട്ട് നമ്മൾ സേവ് ആസ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ Q1 തന്നെയാണ്. അതായത് ആദ്യത്തെ ഗ്രൂപ്പിൽ തന്നെയാണ് ക്യൂജിസും അതുപോലെ സൺക്ലോക്ക് ഇങ്ക്സ്കേപ്പ് ഒക്കെ വരിക. അപ്പോൾ നമ്മൾ Q1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ഫോൾഡർ സെലക്ട് ചെയ്യണം. ഹോം ഫോൾഡറിലെ എക്സാം 10 ഡെസ്ക്ടോപ്പിന് മുകളിലുള്ള ഹോം ഫോൾഡർ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സേവ് ഇൻ ഫോൾഡറിൽ നമ്മൾ കറക്റ്റ് ഫോൾഡർ അതിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളത് സേവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ചിത്ര ഫയലായിട്ട് സേവ് ചെയ്യുന്നത്. ഇനി ഇത് എക്സാമിന് കാണിക്കേണ്ട മെത്തേഡ് നമ്മൾ ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യുക. അതിനുശേഷം ഹോം ഫോൾഡർ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോൾഡറിൽ ഈ ഒരു ഫയലാണ് നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ഈ ഫോൾഡറും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവിജിലേറ്ററെ കാണിക്കണം. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇൻവിജിലേറ്ററെ കാണിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാനും ഇത് ഉപകരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഭൂപടത്തിലെ ഹൗസ് എന്ന പാളിയുടെ, അതായത് ഹൗസ് ലെയറിൻ്റെ ആട്രിബ്യൂട്ട് ടേബിൾ തുറന്ന് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആട്രിബ്യൂട്ട് ടേബിൾ ഓപ്പൺ ചെയ്ത് പ്രദർശിപ്പിക്കാനാണ്, ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻകാർ ശ്രദ്ധിക്കുക, അത് രണ്ടും കൂടി നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് ഇതേ പാറ്റേൺ തന്നെയാണ്, അതായത് ഇതേ രൂപത്തിൽ തന്നെയാണ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ക്യൂജിസിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ക്യൂജിസ് പ്രൊജക്ട്സിൽ, അതായത് എക്സാം ഡോക്യുമെൻറ്റ്സിനകത്ത് ഒരു ഫോൾഡറിനകത്ത് ഒരു QGS ഫയൽ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അത് ആദ്യം ഓപ്പൺ ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ അതിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഈസിയാണ്. നമുക്ക് ആ ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗം മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെയൊക്കെ ആട്രിബ്യൂട്ട് ടേബിൾ വിസിബിൾ ആക്കുക, അതുപോലെ ലെയർ വിസിബിൾ ആക്കുക, അതൊന്നും അധികം അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന രീതിയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രിൻറ്റ് സ്ക്രീൻ അമർത്തി സ്ക്രീൻഷോട്ട് ഫയലിൽ എടുക്കാവുന്നതാണെന്നൊക്കെ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. റീനെയിം ചെയ്ത് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ ചോദ്യം ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും QGIS ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചോദ്യം മിനിമൈസ് ചെയ്ത് വീണ്ടും ആപ്ലിക്കേഷനിൽ പോകുന്നു. എഡ്യൂക്കേഷൻ QGIS ഡെസ്ക്ടോപ്പ് എന്നുള്ള രീതിയിൽ ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് വരുന്ന ഈ ടിപ്പ് ബോക്സ് ഒന്ന് നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ വീണ്ടും എന്താണ് ചെയ്യേണ്ടത്? പ്രൊജക്റ്റിൽ ഓപ്പണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡേഴ്സ് ഇവിടെ വ്യൂ ആവും. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിൽ എക്സാം ഡോക്യുമെൻറ്റ്സിലേക്ക് പോവുക. അവിടെ ഏത് ഫോൾഡറിലാണ് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ QGIS പ്രോജക്ട്സിനകത്താണ്. അപ്പോൾ നമ്മൾ QGIS പ്രോജക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഫയൽ ലോക്കൽ മാപ്പ് .qgs ആണ്. എക്സാമിന് മിക്കവാറും 1-2 ഫയൽസാണ് ഇവിടെ QGISൽ തരാറുള്ളൂ. അപ്പോൾ ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ആ ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹൗസ് എന്ന പാളിയുടെ ആട്രിബ്യൂട്ട് ടേബിൾ, അതായത് ഹൗസ് ലെയറിൻ്റെ ആട്രിബ്യൂട്ട് ടേബിൾ ഡിസ്പ്ലേ ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഹൗസ് ലെയർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് എടുത്തതുപോലെ തന്നെ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആട്രിബ്യൂട്ട് ടേബിൾ വിസിബിൾ ആവും. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. നമ്മളെ കീബോർഡിൽ മുകൾ വശത്തായിട്ട് നമ്മളെ നമ്പർ ഒക്കെയുള്ള ആ ഭാഗത്തായിട്ട് പ്രിൻറ്റ് സ്ക്രീൻ PRTSCR എന്നോ അല്ലെങ്കിൽ പ്രിൻറ്റ് സ്ക്രീൻ എന്ന് ശരിക്കും എഴുതിയിട്ട് ഒരു ബട്ടൺ കാണാം. അതിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് കിട്ടും. ജസ്റ്റ് ഒരു ഫ്ലാഷ് പോലെ ഒരു സംഭവം നമ്മളെ സ്ക്രീനിലൂടെ മിന്നിപ്പോവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ സ്ക്രീൻഷോട്ടായിട്ട് ഉണ്ട് എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ലഭ്യമായിട്ടുള്ളത് ഏതിലായിരിക്കും? പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കാം.
മിനിമൈസ് ചെയ്ത് വെക്കുന്നത് നമ്മളിതുവരെ ചെയ്തത് നമ്മൾ ക്ലോസ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അഥവാ അവിടെ സ്ക്രീൻഷോട്ട് ലഭ്യമായിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ക്ലോസ് ചെയ്യുക എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഹോം ഫോൾഡറിൽ പോകുന്നു, അതിനുശേഷം പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ലാസ്റ്റ് വന്നിട്ടുള്ളതായിരിക്കും നമ്മളെ സ്ക്രീൻഷോട്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റുള്ള സ്ക്രീൻഷോട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് തന്നെയാണ് നമ്മളെ സ്ക്രീൻഷോട്ട് ഉള്ളത്. ഇനി ഇതിൻ്റെ റീനെയിം ചെയ്ത് മാറ്റാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റീനെയിം ചെയ്യണം. അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഈ ഫയലിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം റീനെയിം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്, F2. ഇതിൽ ക്ലിക്ക് ചെയ്ത് F2 അമർത്തിയാൽ മതി. ഫംഗ്ഷൻ കീ ഇല്ലേ മുകളിൽ, F2, F1, F2, F3 എന്ന് പറഞ്ഞ കീസ് ഉണ്ട്. അതിൽ F2 അമർത്തി കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. ജസ്റ്റ് ഒരു 6 അക്ക സംഖ്യ ആയിരിക്കും നിങ്ങളെ രജിസ്റ്റർ നമ്പർ. ഞാനിവിടെ ജസ്റ്റ് ഒരു നമ്പർ കൊടുത്താണ്. അതിനുശേഷം അണ്ടർസ്കോർ ഇടുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ Q1 ആണ്, അതുകൊണ്ട് Q1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് റീനെയിം ചെയ്തിട്ടുണ്ട്. ഇനി ഈ റീനെയിം ചെയ്ത ഫയലിനെ നമ്മൾ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെക്കുക, കോപ്പി ചെയ്യുന്നു, അല്ലെങ്കിൽ കട്ട് ചെയ്യാം. ഇനി അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിനകത്ത് exam10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. exam10 ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെത്തേഡിൽ നമ്മളോട് ചെയ്യാൻ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ ഫയൽ Q1 ഇതാണ് നമ്മളെ ഫയൽ. അതിവിടെ exam10ലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ നമ്മൾ ഇങ്ങനെ exam10ഉം അതുപോലെ തന്നെ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വിൻഡോയും നമ്മൾ ഇൻവിജിലേറ്റർ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്കോർ ഇടാനും കൂടുതൽ സ്കോർ മാർക്ക് ചെയ്യുന്നതിലേക്കും അത് വഴിമാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പാറ്റേണിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ഈ ആട്രിബ്യൂട്ട്സ് എന്ന് കാണുമ്പോൾ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് എങ്ങനെ ആയിരിക്കും, ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും, അതായത് ഏത് ക്വസ്റ്റ്യൻ മീൻസ് QGISൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ 2 ചോദ്യങ്ങളിലും പറഞ്ഞിരുന്നു, എക്സാം ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ, QGIS പ്രോജക്ട്സ് എന്നാണ് ഇവിടുത്തെ ഫോൾഡറിൻ്റെ പേര്. അപ്പോൾ ആ ഫോൾഡറിൽ പോയിട്ട് നമുക്ക് QGIS ഫയൽ തന്നിട്ടുണ്ടായിരിക്കും, അത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അത് ആദ്യം നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു QGISൻ്റെ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ മിനിമൈസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ QGIS ഡെസ്ക്ടോപ്പ്, ഈ രീതിയിൽ നമ്മൾ QGIS ഒന്നുകൂടി ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഈ ടിപ്പ് ബോക്സ് എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യുന്നു. നമ്മളെങ്ങനെ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു, പ്രോജക്റ്റ് ഓപ്പൺ അല്ലേ, പ്രോജക്റ്റ് ഓപ്പൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഹോം ഫോൾഡറിലെ എക്സാം ഡോക്യുമെൻറ്റ്സിനകത്ത് QGIS പ്രോജക്ട്സിലാണ് ഇതുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതാണൊന്ന് സ്പീഡിൽ പോകുന്നത്. ലോക്കൽ മാപ്പ് .qgs ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരൊറ്റ ഫയൽ നമുക്ക് തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് തന്നെയാണ് മാറി മാറി എല്ലാ ക്വസ്റ്റ്യനിലും ചോദിക്കുന്നത്. അപ്പോൾ മിക്കവാറും 1-2 ഫയൽസ് തന്നെയാണ് QGISൽ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ലെയർ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഏത് ലെയറിന് മുകളിലാണോ വരേണ്ടത് ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക ആദ്യം. ഓക്കെ, ഇവിടെ ഹൗസ് ലെയറിന് മുകളിലാണ് നമുക്ക് ഈ ലെയർ ഉൾപ്പെടുത്തേണ്ടത്. അതിന് മിക്കവാറും ഇവിടെ ഏത് ലെയറിന് മുകളിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഇപ്രാവശ്യം ചോദിച്ച ചോദ്യത്തിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏത് ലെയർ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ലെയർ മെനുവിൽ പോയിട്ട് ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ, ഈ ഓപ്ഷൻ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം, എന്നാലേ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വളരെ പെട്ടെന്ന് കിട്ടുള്ളൂ. ലെയർ, ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ, ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ലെയർ, ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്ന രീതിയിലാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അത് അപ്പടി കൊടുക്കുകയാണ് അടുത്ത പരിപാടി. ഇവിടെ നമ്മൾ ലെയർ ടൈപ്പ് എന്ന് പറയുന്നത് പോയിൻ്റ് ആണ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പോയിൻ്റ്, ലൈന്, പോളിഗൺ, ഈ 3 ടൈപ്പാണ് ചോദിക്കാറുള്ളൂ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോയിൻ്റ് ആണ്. അപ്പോൾ ലെയർ ടൈപ്പാണ് ആദ്യം നമ്മളോട് കൊടുക്കേണ്ടത്. ഇവിടെ ടൈപ്പ് എന്ന് കാണാം, ഇവിടെ ലൈന്, പോളിഗൺ ഉണ്ട്. ഇവിടെ ഓൾറെഡി പോയിൻ്റ് തന്നെയാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് പോയിൻ്റ് നമ്മൾ മാറ്റുന്നില്ല, പോയിൻ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ കുറച്ച് ആട്രിബ്യൂട്ട്സ് പറഞ്ഞിട്ടുണ്ട്, നെയിം, കോഡ്. ഈ ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അടുത്തത് ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നെയിം, കോഡ് എന്നുള്ളത് 2 ആട്രിബ്യൂട്ടുകളാണ്. അത് ആദ്യം നമ്മളിവിടെ ഫീൽഡ് ലിസ്റ്റിലേക്കാണ് ഇത് ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ ഫീൽഡ് ലിസ്റ്റിൽ ഒരു ID എടുക്കുന്നുണ്ട് അല്ലേ. ഈ ID നമുക്ക് ആവശ്യമുണ്ടോ, അതൊന്ന് ക്വസ്റ്റ്യനിൽ നോക്കാം. നമുക്ക് ഈ ലെയർ ഉൾപ്പെടുത്തുമ്പോൾ ഇവിടെ ID എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ID നമ്മൾ റിമൂവ് ചെയ്യാൻ പാടില്ല.
കാരണം ഇവിടെ നമ്മൾ ഇത് ഉൾപ്പെടുത്തുമ്പോൾ ഈ നെയിമും കോഡും നമുക്ക് കൊടുക്കാനുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ടെക്സ്റ്റ് ഡാറ്റയാണ് GLPS. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണം. നെയിമിനകത്ത് നമ്മൾ സാധാരണ നെയിം ടെക്സ്റ്റ് ഡാറ്റ ടെക്സ്റ്റിലാണ് നമ്മൾ കൊടുക്കുക അല്ലേ, അക്ഷരങ്ങളിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ടൈപ്പ് ഒന്ന് നോക്കി വെക്കണം. നമുക്കിവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ ടൈപ്പ് ചോദിക്കും. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ഡാറ്റയാണ്. ഇവിടെ കോഡ് എന്ന് പറയുന്ന നമ്പറിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനുള്ള ടൈപ്പ് ഏതാണ് നമുക്ക് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുക്കണം. നമ്മൾ നെയിം എന്ന് എഴുതണം. ഇത് ഓൾറെഡി ടെക്സ്റ്റ് ഡാറ്റ തന്നെയാണ്. അതിന് നമുക്ക് ഈ ഫീൽഡ് ലിസ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ആഡ് ടു ഫീൽഡ് ലിസ്റ്റ്, ഇവിടെ ഈ ഒരു ബട്ടൺ ശ്രദ്ധിക്കുക. ആഡ് ടു ഫീൽഡ് ലിസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, അതിനെ ഒരു ഫീൽഡ് ലിസ്റ്റിലേക്ക് മാറ്റുന്നു. അടുത്തത് ഏതായിരുന്നു? കോഡ് അല്ലേ, COD. ഈ കോഡാണ്. കോഡ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സി വേണമെങ്കിൽ ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എക്സാമിന് കൊടുക്കുമ്പോൾ. അപ്പോൾ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടൈപ്പ് പറഞ്ഞിരുന്നു, നമ്പറിലാണ് വരുന്നത്. അതുകൊണ്ട് ഹോൾ നമ്പർ എന്ന് പറയുന്ന ടൈപ്പാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ ആഡ് ടു ഫീൽഡ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ 3 ആട്രിബ്യൂട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആ 3 ആട്രിബ്യൂട്ട് നമുക്ക് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി അതിനുശേഷം നമ്മളിവിടെ ഓക്കെ കൊടുക്കണം. ഈ ഒരു സന്ദർഭം നിങ്ങളെല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീന് വലുതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മാക്സിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഓപ്ഷനും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ സ്ക്രീനിലൊന്നും വരാത്ത ഒരു സന്ദർഭമാണ് വരിക. ഈ ഒരു ഭാഗത്താണ് പല വിദ്യാർത്ഥികളും ആകെ മേലോട്ടും നോക്കിയിരിക്കുന്ന ഒരവസ്ഥ കാണാറുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടിയിലെ പാനലിൽ ഒരു വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ടേണിംഗ് പോയിൻ്റ് ഇവിടെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു ഭാഗത്ത് എന്തായാലും അടിയിലെ പാനലിൽ സേവ് ലെയർ ആസ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പലരും അവിടെ ഇൻവിജിലേറ്ററൊക്കെ വിളിച്ച് ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഇങ്ങനൊരു വിൻഡോ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ നമുക്കൊരു കാര്യം കൊടുക്കാനുണ്ട്, അതും നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലെയറിൻ്റെ പേരാണ്. ലെയറിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ എന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ എന്ന പേരിൽ അല്ലെങ്കിൽ സ്കൂൾ നെയിംഡ് ആസ് സ്കൂൾ എന്നൊക്കെ നിങ്ങളെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ സ്കൂൾ എന്നാണ് നമ്മൾ ഈ ലെയറിന് പേര് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫോൾഡർ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് പ്രത്യേകം ഫോൾഡർ പറഞ്ഞിട്ടില്ല, എങ്കിലും നമ്മൾ എക്സാം 10ലേക്കാണ് നമ്മളത് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹോം ഫോൾഡറിനകത്ത് എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും സ്കൂൾ എന്ന പേരിലൊരു ലെയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ലെയറിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ ലെയർ സെലക്ട് ചെയ്ത് മാപ്പിൽ ഒരു സ്കൂൾ രേഖപ്പെടുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലെയർ സെലക്ട് ചെയ്യണം. സ്കൂൾ ലെയർ സെലക്ട് അല്ലെങ്കിൽ സ്കൂൾ ലെയർ സെലക്ട് ചെയ്യുക. ലെയർ അടയാളപ്പെടുത്തണമെങ്കിൽ, പുതിയൊരു ഡാറ്റ അടയാളപ്പെടുത്തണമെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു മഞ്ഞ പെൻസിൽ പോലത്തെ ഐക്കൺ കാണാം അല്ലേ, അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അവിടെ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഇവിടുത്തെ ഐക്കൺസൊക്കെ വിസിബിൾ ആക്കാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ടോഗിൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കതൊക്കെ ഇനാബിൾ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആഡ് ഫ്യൂച്ചർ കണ്ടോ, ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ടൂള്, അതായത് ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതിൻ്റെ തൊട്ടടുത്ത്, അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ആഡ് ഫ്യൂച്ചർ അതാണ് അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. ആഡ് ഫ്യൂച്ചറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. എവിടെയെന്നൊന്നും നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാപ്പിൻ്റെ ഉള്ളിലാവണം. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ലൈനാണെങ്കിൽ നമ്മളതൊരു ലൈന് വരച്ച് അവസാനിപ്പിക്കുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളോട് ചോദിച്ചത് പോയിൻ്റാണ്, ഒരു ഒറ്റ പോയിൻ്റ് മാത്രമാണ്. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അതും നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ID 1 ആണ്, നെയിം GLPS ആണ്, കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 98765 ആണ്. അപ്പോൾ അത് നമുക്കിവിടെ കൊടുക്കാം. ID എത്രയാണ് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ ID 1 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ GLPS എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അതുപോലെ കോഡും ഇതുപോലെ തന്നെ ചോദ്യത്തിൽ നോക്കിയിട്ട് ഇവിടെ കൊടുക്കും. കോഡ് 98765 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് നമ്മൾ കൊടുത്ത് ഓക്കെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിൻ്റ് വന്നതായിട്ട് കാണാം. ഒരു ചെറിയ വയലറ്റ് കളറിലായിട്ടാണ് നമുക്ക് ഈ പോയിൻ്റ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ആ ഒരു സ്കൂള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ ഭൂപടം സേവാസ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ QGIS ഫയലായി സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇത് സേവാസ് ആണ് ചെയ്യേണ്ടത്. പ്രൊജക്റ്റ് സേവാസ് ആണ്. പ്രൊജക്റ്റിൽ നമ്മൾ സേവാസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു
കാര്യം ഈ ഒരു ചോദ്യത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ 3 ടൈപ്പ് സേവിങ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഒന്ന് സേവ് ആസ് ഇമേജ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് സേവ് ആസ് ആണ്. സേവ് ആസ് നമ്മൾ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഹോം ഫോൾഡർ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ എക്സാം 10ലേക്കാണ് സേവ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമ്മൾ ഒരു രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു രജിസ്റ്റർ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ അണ്ടർസ്കോർ ഇടുന്നു. അണ്ടർസ്കോർ Q1 ക്വസ്റ്റ്യൻ 1 ആണ്, അതുകൊണ്ട് നമ്മൾ Q1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ ഫോൾഡർ സെലക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് മിനിമൈസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് മിനിമൈസ് ചെയ്തിട്ട് ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യുക. അതിനുശേഷം ഹോമിലെ എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫോൾഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള പേര് 9 ആ ഒരു സ്റ്റാർട്ടിങ് ഇവിടെയാണ് ആ ഫയൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെയ്തു വെച്ച ഫയലും ഈ ഫോൾഡറും കൂടി ഇങ്ങനെ നമ്മളെ സ്ക്രീനിൽ ക്രമീകരിച്ച് വെച്ചതിന് ശേഷം ഇൻവിജിലേറ്റർ വിളിച്ച് കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചോദ്യ മാതൃകയിലായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് വരിക. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.